നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഐഫോൺ ഇന്ത്യയിൽ ആണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുകൊണ്ടാണ് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് താഴെ ഇത് കിട്ടുന്നത്. ഇന്ത്യയുടെ വെളിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അതിന് 3 ലക്ഷം രൂപയുടെ അടുത്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റ് ശക്തമായിട്ടുള്ള ചില ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. അവർ ഐഫോൺ കമ്പനിയോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഫോണുകളും അമേരിക്കയിൽ നിർമ്മിക്കണം എന്നുള്ളതാണ്. കാരണം എല്ലാ ഫോണുകളും അമേരിക്കയിൽ നിർമ്മിച്ചാൽ മാത്രമേ അമേരിക്കയിലുള്ളവർക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ. അമേരിക്കയിലുള്ളവർക്ക് തൊഴിൽ കിട്ടിയാൽ മാത്രമേ അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വിൽക്കുന്ന കാര്യത്തിന് ടാക്സ് അതാത് രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതല്ലാത്ത പക്ഷം അമേരിക്കയിൽ ഉള്ളിലേക്ക് ഇത് വീണ്ടും ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ചിട്ട് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് നിർമ്മിച്ചിട്ട് അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇറക്കുമതി ചുങ്കം കൊടുക്കണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ ഫോണുകളും അമേരിക്കയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഇനി മുതൽ ഐഫോണിൻ്റെ വില വളരെയധികം കൂടും എന്നാണ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഐഫോൺ കമ്പനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എങ്കിലും, അതുപോലുള്ള കമ്പനികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എങ്കിലും അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കാൻ ഇവർക്കാർക്കും കഴിയില്ല. കാരണം അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഈ കമ്പനിയുടെയൊക്കെ ആസ്ഥാനം അമേരിക്കയിലായതുകൊണ്ട് ചിലപ്പോൾ ആപ്പിൾ കമ്പനി അപ്രകാരം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പണക്കാരുടെ മാത്രം ഫോണായിട്ടുള്ള ഐഫോൺ വളരെയധികം മൂല്യം വർദ്ധിക്കുകയും അത് ഒരുപാട് പണമുള്ളവർക്ക് മാത്രമേ വാങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഐഫോൺ വാങ്ങണമെങ്കിൽ പണക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ, സാധാരണക്കാരുടെ ഫോണല്ല. ലോകത്തിലെ നിലവാരമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് കൈ നിറയെ പൈസ ഉള്ളവർക്ക് മാത്രമേ വാങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഉണ്ട്.